ഒരു സംഭവം ഞാൻ പറയാം. 2008 അഹമ്മദാബാദിൽ സ്ഫോടന പരമ്പരകൾ നടന്നു. 56 പേര് മരിച്ചു, 200 പേര് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റു. അതിന്റെ പ്രതികളെ പിടിച്ചപ്പോ അതിൽ 2 പേര്, ആകെ 4 മലയാളികളായിരുന്നു. അതിൽ 2 പേര് ഈരാറ്റുപേട്ട. അവർ 2 പേര് എഞ്ചിനീയർമാരായിരുന്നു, സിബിലി കരീമും ഷാദുലി കരീമും. അവർ 2 പേരും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി NIA സംഘം മാസങ്ങളോളം ഈരാറ്റുപേട്ടയിലെ പല കടകളിലും വേഷം മാറി വന്ന് ജോലി ചെയ്ത് കൃത്യമായിട്ട് ഇവരെ ഐഡന്റിഫൈ ചെയ്ത് ഇവരടക്കം നിരവധി ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാണ് കേരള പോലീസ് പോലും അറിയുന്നത്. കേരള ഗവൺമെന്റ് പോലും അറിഞ്ഞില്ല. അറിഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ടാണ് NIA കേരള ഗവൺമെന്റിനെ പോലും അറിയിക്കാതെ, കേരള പോലീസിനെ പോലും അറിയിക്കാതെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവരിപ്പോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. കേരളത്തിലെ ചാനലിൽ ചർച്ചയൊന്നും ഇല്ലല്ലോ, പത്രത്തിൽ വാർത്തയില്ലല്ലോ. ഇതാണ് ഈരാറ്റുപേട്ട.